പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ഐസൊലേഷൻ വാർഡിൽ നിന്നും കമ്പ്യൂട്ടറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടെ മോഷണം നടത്തിയ 6 പ്രതികളെ പൊന്നാനി പോലീസ് പിടികൂടി. പൊന്നാനി അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിന്നും മോട്ടോർ പമ്പ് സെറ്റും പുതുതായി തുടങ്ങാനിരിക്കുന്ന ഐസൊലേഷൻ വാർഡ് കെട്ടിടത്തിൽ നിന്നും 5ഓളം കമ്പ്യൂട്ടർ മോണിറ്ററുകൾ, കീബോർഡുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, 7ഓളം ഫയർ എക്സ്റ്റൻഷനുകൾ, ഇരുമ്പ് കമ്പികൾ, പുതുതായി സ്ഥാപിച്ച 8ഓളം ബാറ്ററികൾ തുടങ്ങി കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടെ 3 ലക്ഷത്തിനു മുകളിൽ വില വരുന്ന ഉപകരണങ്ങൾ 6 അംഗ സംഘം പലപ്പോഴായി രാത്രിയിൽ എത്തി സ്കൂട്ടറുകളിൽ കടത്തിക്കൊണ്ടുപോകുകയായിരുന്നു. വിവിധ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംശയം തോന്നിയവരെ നിരീക്ഷിച്ചും ചോദ്യം ചെയ്തും നടത്തിയ നിരവധി ദിവസത്തെ അന്വേഷണങ്ങൾക്ക് ഒടുവിലാണ് മോഷണം നടത്തിയ 6 അംഗ സംഘത്തിനെ പൊന്നാനി പോലീസ് പിടികൂടിയത്. കളവ് ചെയ്ത സാധനങ്ങൾ മാരാമുറ്റത്ത് ആക്രിക്കടയിൽ നിസ്സാര വിലയ്ക്ക് വിൽപ്പന നടത്തി കാറുകൾ വാടകയ്ക്ക് എടുത്തും വിനോദങ്ങൾക്കും മറ്റും ആർഭാട ജീവിതം നയിക്കുന്നതിനായി ചെലവഴിക്കുകയായിരുന്നു. കേസിൽ പ്രതികളായ പൊന്നാനി ഓംതൃക്കാവ് മൂസമ്മാനകത്ത് ഷെഫീഖ് 26 വയസ്സ്, TB ഹോസ്പിറ്റലിനടുത്ത് തരീഖാനകത്ത് ഷഹദ് 24 വയസ്സ്, മുക്കാടി കൂരാറ്റിന്റെ വളപ്പിൽ നാസിൽ 22 വയസ്സ്, പൊന്നാനി നഗരം കാളിയാരകത്ത് സിഫാറത്ത് 21 വയസ്സ്, പുറങ്ങ് മാരാമുറ്റത്ത് താമസിക്കുന്ന തറീഖാനകത്ത് ഫഹദ് 20 വയസ്സ്, ആനപ്പടി ചെക്കൻ്റകത്ത് അസ്ലം 23 വയസ്സ് എന്നിങ്ങനെ 6 പ്രതികളെയാണ് പൊന്നാനി ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ആൻഡോ ഫ്രാൻസിസ്, ജൂനിയർ SI ആനന്ദലക്ഷ്മി, ASI എലിസബത്ത്, ASI നൌഷാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ ശ്രീരാജ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മോഷണം നടത്തിയ സാധനങ്ങൾ പ്രതികൾ മാരാമുറ്റത്ത് ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയതായി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിസര പ്രദേശങ്ങളിൽ നടന്ന മറ്റു മോഷണങ്ങളിലും പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്ന് പൊന്നാനി ഇൻസ്പെക്ടർ സതീഷ് കുമാർ അറിയിച്ചു. CCTV ഫുട്ടേജിന്റെയും പരിസരവാസികളുടെ കമ്പ്യൂട്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇന്നലെ ഈ കേസിൽ ഉൾപ്പെട്ട 6 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതും തുടർന്ന് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നഷ്ടപ്പെട്ട മുതലുകൾ, ആശുപത്രിയിൽ നിന്നും നഷ്ടപ്പെട്ട മുതലുകൾ ഒരു ആക്രിക്കടയിൽ ഒരു വിൽപ്പന നടത്തിയതായി വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗികമായി അതിൻ്റെ റിക്കവറി നടത്തിയിട്ടുള്ളതാണ്. പ്രതികളെ മറ്റ് നിയമ നടപടികൾക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇതിൻ്റെ മറ്റ് നടപടികൾ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം പൂർത്തിയാക്കും. നിലവിലെ ഇവരുടെ ആൻറ്റിസിഡൻസ് പരിശോധിച്ചതിൽ മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ടൊന്നും രേഖാമൂലം കാണുന്നില്ല. എങ്കിലും അതിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഇതിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഒരു വിൽപ്പനയോ സംഭരണമോ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനുണ്ട്. ഗോപൂനന്ദര ജിമാർട്ടിന്റെ ഹൈടെക് ഷോറൂം ഇനി തിരൂരിലും. ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 70% വരെ ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക് കൂടാതെ ECUമായി. ഗോപൂനന്ദര ജിമാർട്ട്, പോലീസ് ലൈൻ, തിരൂർ.